നമസ്കാരം കൂട്ടുകാരെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മഴ സമയത്ത് നമ്മൾ കോഴികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ആരാണ് വീഡിയോയുടെ പുറകെ വന്നിരിക്കുന്നത്? ആരാണ് മോളാണ്. അവളും കോഴിക്കോട്ടിലൊക്കെ വരുന്നതാണ്, നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് വന്നതാണ്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ കോഴി വളർത്തുന്നത് എങ്ങനെ, അതിനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ന്. മഴ സമയമാണ് നമുക്ക് ഒന്നോർത്താൽ ഏറ്റവും നല്ലത് മുട്ടയൊക്കെ കറക്റ്റ് കിട്ടും. ചൂട് സമയത്താണ് മുട്ട കുറയുന്നത്. എന്നാൽ മഴ സമയത്തും ദോഷങ്ങളുണ്ട്. കോഴിക്ക് തണുപ്പടിക്കാൻ പാടില്ല, കോഴിക്കൂട് നനയാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ കോഴിക്കൂട് ഒന്നും അത്ര പ്രോപ്പറല്ല, എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ ആരും നടന്നില്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു കുറേ പ്രാവശ്യം നമുക്ക് നടക്കാതെ പോയ കാരണങ്ങൾ. ഇനി അടുത്ത മാസം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, സപ്പോർട്ട് ചെയ്തേക്കണം. ഇപ്പോൾ നമ്മുടെ വീഡിയോ നല്ല വ്യൂ ഉണ്ട്, 20K ഒക്കെ വ്യൂ ആയി തുടങ്ങി നമ്മുടെ വീഡിയോ. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 1600, 1700, 1K, 1.5 ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കണ്ടമാനം എൻക്വയറി വരുന്നുണ്ട്, ആര് വിളിച്ചാലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനിയും എന്നെ വിളിക്കരുത് ആരും. നാളെ കഴിഞ്ഞ് ഒരു മാസം എന്നെ കോൺടാക്ട് ചെയ്യുമെങ്കിൽ വാട്സപ്പിലെ കോൺടാക്ട് ചെയ്ത് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നാളെയും കൂടെയൊക്കെ വീഡിയോ എടുക്കത്തുള്ളൂ. അതിനുശേഷം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒന്നും കാണില്ല. എന്നാലും ആര് കമൻറ്റ് ഇട്ടാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ വാട്സപ്പിൽ മാക്സിമം വരാൻ നോക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം. നമ്മളെ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരാം. സാമ്പത്തികമല്ല, കോഴി വളർത്തുന്നതിനെ പറ്റിയും കോഴി വാങ്ങുന്നതിനെ പറ്റിയും എങ്ങനെ ചെയ്യണം, എപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു തരാം. എപ്പോൾ വേണമെങ്കിലും പറയാം, നോ പ്രോബ്ലം. നമ്മൾ ആ സൈഡ് വഴി നിറച്ച് എറിച്ചിലടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ സൈഡ് മറച്ച് പിന്നെ ഫ്രണ്ട് സൈഡാണിത്. ഇതെല്ലാം മറച്ച് നമ്മൾ വലിയ 4 ടാർപ്പ വാങ്ങി. കാര്യം ഈ മഴക്കാലത്ത് ഒരിക്കലും കോഴിക്കോട് നനയാൻ പാടില്ല. കോഴിക്കോട് നനഞ്ഞു പോയാൽ അസുഖങ്ങൾ വരും. അപ്പോൾ എല്ലാവരോടും പറയാം, ആദ്യമായിട്ട് കോഴി വളർത്തുന്നവരോടും നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, വളർത്തി പരിചയമുള്ളവർക്കറിയാം, ആദ്യമായിട്ടൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നമ്മുടെ കോഴിക്കോട് നനയാൻ പാടില്ല. കോഴിക്കോട് നനഞ്ഞു പോയോ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. അതുപോലെ കോഴിക്കോട് നനഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കാഷ്ടം നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമാകും. ഇതിനകത്ത് കോഴി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. CO2 ഗ്യാസൊക്കെ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ അതുപോലെ അമോണിയ, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകും. കോഴിക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾ രാത്രി കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള കാഷ്ടങ്ങളിലൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് കോഴിക്ക് രാത്രിയിൽ ബുദ്ധിമുട്ടുണ്ടാകും, കോഴി ചത്തു വീഴും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അതുപോലെ ലിറ്റർ സിസ്റ്റത്തിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ കോഴി കയറിയിരിക്കുന്ന കമ്പ് കാണുന്നത്, ഇതുപോലെ കുറച്ച് കമ്പും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുക്കാമെങ്കിൽ രാത്രിയിൽ കോഴിക്കൊരു ഹാബിറ്റ് ഉണ്ട് ഇങ്ങനെയുള്ള ഉയർച്ചയെ കയറിയിരിക്കാനുള്ളത്. ഇങ്ങനെ കയറിയിരുന്നു കഴിഞ്ഞാൽ അവർ കാഷ്ടത്തിൽ നിൽക്കുകയില്ല. അപ്പോൾ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സംഭവം, ഇതാണ് ഹൈടെക് കൂടിനകത്തിലുള്ള പ്രത്യേകത. ഉയരത്തിൽ നിൽക്കും, കാഷ്ടം താഴെ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാമെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സേഫാണ്. അവർ സേഫ്റ്റി ആയിട്ട് അവിടെ നിന്നോളും. അവർക്ക് പെട്ടെന്ന് വലിയതായിട്ടൊന്നും എഫക്റ്റ് ചെയ്യുകയില്ല. അപ്പം നമ്മുടെ കൂടെ ഒന്നാന്തരമായിട്ട് ക്ലീൻ ചെയ്തിട്ടേക്കുവാണ്, ഒരു ശകലം വെള്ളമില്ല. അറക്കപ്പൊടിയൊക്കെ നോക്കി എല്ലാം ക്ലീനാക്കി. ഇന്നലെ 4 ചാക്ക് കാഷ്ടം നമുക്ക് കിട്ടി. അത് നമ്മൾ പൊതിഞ്ഞ് ചാക്കിനകത്തിലാക്കി കെട്ടി നല്ല ഭദ്രമാക്കി വെച്ചേക്കുക. കെട്ടി ചാക്കിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലുണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ വാരുന്ന കാഷ്ടം നനയാൻ പാടില്ല. അപ്പോൾ ജിഞ്ചു മുട്ട പെറുക്കുകയാണ്. രാവിലെ ടൈമാണ്. നമ്മൾ ഇതിനകത്തൊരു ഏകദേശം ഒരു 50 മുട്ടയൊക്കെ കൊള്ളുന്ന ബക്കറ്റാണ്. അത്രയും നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 2 മണി 3 മണി വരെയൊക്കെ, വൈകിട്ട് 5 മണി വരെ മുട്ട കിട്ടും. 2 മണി വരെയൊക്കെ നമുക്ക് മുട്ട ഇതേ റേഞ്ചിൽ കിട്ടും. ഇതേപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് പെട്ടെന്ന് ഇടും മുട്ട. ഇപ്പോൾ നമ്മൾ അറക്കപ്പൊടിയെല്ലാം മാറിയുകൊണ്ട് പലരും പല സൈഡുകളിൽ മുട്ടയിട്ട് നല്ല ചൂടുണ്ട് അറക്കപ്പൊടിക്ക്. ഈ പെട്ടിക്കകത്ത് ഈ മുട്ട ഇടുന്നതൊക്കെ മാറ്റി ഇതാണ്ട് അവിടെ താഴെ മുട്ട ഇട്ടേക്കുക. രാവിലെ വന്ന് ഞാൻ മുട്ട പെറുക്കി 6-7 മുട്ട ഇതുപോലെ താഴെ ഇട്ടേക്കുക. കാര്യം അത്ര വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അത് മുട്ട ഇടും. ഇവരെല്ലാവരും മുട്ട ഇടാൻ വേണ്ടി ഇരിക്കുക. ഒരാൾ ഇറങ്ങിയിട്ട് വേണം അടുത്ത ആൾ ഇരിക്കാൻ. ഭയങ്കര തിക്കും തിരക്കുക. ആ പെട്ടിക്കകത്ത് പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല. ഒരു പെട്ടി തന്നെ ഇവിടെ കാലി ഇരിക്കുക. ആർക്കും അവിടെ ഇരിക്കണ്ട, എല്ലാവർക്കും ആ പെട്ടി മതി. ഇപ്പം ഇട്ട മുട്ട അതിനുള്ള നനവ് കണ്ടോ? ഇപ്പം ഇട്ടതേ ഉള്ളൂ. കോഴി നമ്മളോട് അത്ര ഫ്രണ്ട്ലിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അടുത്ത് ചെന്നാലും അതിന് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാളെ ഞങ്ങൾ ഈ കോഴിക്കോട്ട് കയറ്റുകയില്ല. ആരിലൊക്കെ വന്നാൽ തന്നെ ഇങ്ങനെ കോഴിക്കോട് കാണിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. പുറത്ത് നിന്ന് കണ്ടിട്ട് പോകും, ദൂരെ നിന്ന്. അതിൻ്റെ അടുത്തോട്ട് അടുപ്പിക്കത്തില്ല. കാര്യം കോഴികൾക്ക് പേടിയാകും. പേടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ മുട്ടയുടെ കാര്യങ്ങളൊക്കെ അളവും കാര്യങ്ങളൊക്കെ കുറയും. അതുകൊണ്ട് ആരെയും അങ്ങനെ മറ്റുള്ളവരെ പുറത്തുനിന്നുള്ളവരെ കോഴിക്കോട് കാണിക്കുകയില്ല. നമ്മുടെ മക്കളെ പരിചയമുണ്ട്, അവർ വരും, ഞങ്ങൾ രണ്ടുപേരും വരും. അപ്പോൾ ഈ പറയുന്നത് എല്ലാവരും ഇതുപോലെ കോഴിയെ വളർത്തുന്നവർ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഒന്നും ഇങ്ങനെ അടച്ചിട്ട് വളർത്തുന്നതാണെങ്കിൽ കൂടിന് കാണിക്കാനോ അല്ല പരിസരത്ത് കൊണ്ടുവരാനോ നിൽക്കരുത്. കോഴിക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴി മുട്ടയിടുന്നത് പെട്ടെന്ന് സ്റ്റോപ്പാകും. അത് പിന്നെ കോഴിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഓൾറെഡി ഫീഡ് എടുത്ത് മുട്ടയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആയി നിൽക്കുമ്പോഴായിരിക്കും പേടിക്കുന്നത്. മുട്ട ഇടത്തില്ല, പിന്നെ അതിന് ബുദ്ധിമുട്ടുകളുണ്ടാകും. തീറ്റ എടുക്കാതെ വരും, അസുഖങ്ങൾ വരും, പിന്നെ വലിയ മുട്ടയാകും, വലിപ്പമുള്ള മുട്ട ഇടേണ്ടി വരും. അതൊക്കെ കോഴിക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ വെള്ളം കയറി വരികയാണ്. നമ്മുടെ ഫാമിൻ്റെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കെട്ടിയിടമാണ്. അത്രയും ഭാഗത്ത് നമ്മൾ മണ്ണൊന്നും ഫില്ല് ചെയ്തില്ല. കാര്യം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് സാഹചര്യം അങ്ങനെയൊക്കെ ആയിപ്പോയി. നമ്മുടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്. നമ്മുടെ വാഴയ്ക്കകത്തിൽ അതുപോലെ വെള്ളം കയറി. നമ്മുടെ വാഴ ഏകദേശം കുലയ്ക്കാറായൊക്കെ വന്ന വാഴയാണ്. വാഴയ്ക്കകത്തിലൊരു 10 മൂട് 15 മൂട് വാഴയ്ക്കകത്ത് വെള്ളം കയറി നിൽക്കുകയാണ്. 2 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ വാഴ പോക്കാം. വെള്ളം കയറുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മണ്ണിൻ്റെ ഹൈറ്റ് പോരാന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. എങ്കിലും അങ്ങ് വെച്ചതാണ്. കിട്ടട്ടെ എന്നുള്ള രീതി വെച്ചതാണ്. പക്ഷേ ഇത്രയും പ്രതീക്ഷയില്ല ഇത്രയും വെള്ളം കയറുമെന്ന്. ഇതിപ്പം ജൂൺ മാസമായില്ല, അതിന് മുന്നേ മഴ ശക്തമായി. എന്ത് ചെയ്യാനാണ്, കാലാവസ്ഥ ഇത്രയും കാലം മഴ ആൾക്കാർക്ക് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം മഴ വന്നപ്പോൾ അടുപ്പിച്ച് മഴ. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇവിടെ. ഇനിയും പേടി. ഞാൻ നാളെ പോവുകയാണ് തിരിച്ച്. പോയി കഴിഞ്ഞ് വെള്ളം കയറി ഫാമിനകത്ത് വെള്ളം വരുമോ എന്നുള്ള ടെൻഷനാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഴിയെ നമ്മളന്ന് വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ചേച്ചിയുടെ ഫാം, നമ്മുടെ ചേച്ചിയുടെ മാളു പോൾട്രി ഫാം, അങ്ങോട്ട് കോഴിയെ മാറ്റാതെ കണ്ട ചേച്ചി കാനഡയ്ക്ക് പോയിക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് കോഴിയെ മാറ്റാം. അവിടെ ഷെഡ് കാലിയാണ്. ഇന്നലെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. എൻ്റെ അപ്പച്ചിയുടെ മോളാണ്, ചേച്ചിയാണ്. അപ്പോൾ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അത് മഴ പെയ്യുവാണെങ്കിൽ, മഴ പെയ്ത് വെള്ളം കയറത്തില്ല ഇവിടെ, ഇതുവരെ കയറിയിട്ടില്ല. 2018 വെള്ളപ്പൊക്കത്തിന് മാത്രമേ വെള്ളം കയറിയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങൾ മുട്ട എടുത്ത് ഇനി ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ബക്കറ്റൂടെ മുട്ട കിട്ടും. അതിന് അടുത്ത ബക്കറ്റ് ഇവിടെ കിടപ്പുണ്ട്. ആ ബക്കറ്റ് ഇനി അതിനകത്ത് ഫാമിനകത്ത് കയറ്റി ഞങ്ങൾ കെട്ടിവെക്കും. അതുപോലെ ഈ ഇരിക്കുന്ന 4 ചാക്ക് വളമാണ്. ഈ വളം ഞങ്ങൾ ഏതെങ്കിലും കർഷകർക്ക് കൊടുക്കും. ഓൾറെഡി ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ വിളി വന്ന് 2 പേര് വിളിച്ച്. പക്ഷേ ഒരാൾ നേരത്തെ ആദ്യമേ തൊട്ട് പറഞ്ഞു വെച്ചിരുന്നതാണ്. ആൾ ഇന്ന് വരും, കാറുമായിട്ട് വന്ന് പുള്ളി കൊണ്ടുപോകാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിവിടെ വെക്കത്തില്ല. കാര്യം ഈ സാധനം തന്നെ ഇതുപോലെ നമ്മൾ വാരിയിട്ട് ഇതുപോലെ തുന്നിക്കെട്ടണം. തുന്നിക്കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്മെല്ലോ കാര്യങ്ങളോ വരത്തില്ല, നനയാൻ പാടില്ല. ഈ വളം അതുപോലെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്നവർ ഇത് എവിടെയെങ്കിലും കൂട്ടിയിട്ട് നനയ്ക്കണം. നനച്ച് 2 ദിവസം നനച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇതിന് വലുതായിട്ട് നനയ്ക്കേണ്ടി വരില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മഴയ്ക്ക് നമ്മുടെ കോഴിക്കോടിനാവും എല്ലാം എറിച്ചിലടിച്ച് കയറി. ഒറ്റ ദിവസത്തെ മഴയാണ്, ഭയങ്കര ശക്തമായ കാറ്റും. ഇവിടെയൊക്കെ കണ്ടമാനം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മഴയത്ത് കണ്ടമാന നാശനഷ്ടങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇവിടെയൊക്കെ ഒത്തിരി മരം ഒടിഞ്ഞ് വീണ് ലൈൻ കമ്പി പൊട്ടുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. കറണ്ടില്ല. അപ്പോൾ നമ്മൾ ഹൈടെക് കൂട് കൊണ്ടുവച്ചായിരുന്നു. നമ്മുടെ പ്ലാനിങ് ഇവരെ ഹൈടെക് കൂടിലേക്ക് മാറ്റാൻ വേണ്ടിയായിരുന്നു. കറണ്ടില്ലാത്ത കാരണം അതിൻ്റെ ഫ്രെയിമൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചേക്കുവാണ്. അപ്പം കൂടാണ് ആയിരിക്കുന്നത്, കാണാൻ പറ്റും വിചാരിക്കുന്നത്. ഇതിൻ്റെ 4 ലെയറാണ്. അപ്പോൾ അതൊന്നും വെക്കാൻ പറ്റിയില്ല. കറണ്ടില്ലാഞ്ഞ കാരണം വെൽഡിങ് കാര്യങ്ങൾ നടക്കത്തില്ല. പിന്നെ ഞാൻ നാളെ പോവുകയാണ്. ഇനി അടുത്ത മാസം സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഈ മഴ സമയത്ത് എല്ലാ കർഷകരും ശ്രദ്ധിക്കുക, നമ്മുടെ കോഴിക്കോട് നനയാൻ പാടില്ല. ഒരു കാരണവശാലും കോഴിക്കോട് നനയാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ മുട്ട. നമ്മൾ ഈ മുട്ട സ്ഥിരം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്നു കോഴിയെ വളർത്തിൻ്റെ മുട്ട കിട്ടുന്നില്ല. ഈ ഹൈടെക് കൂടി ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ്. ഇപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, അനൂപ ഇത് ഭയങ്കര നഷ്ടമായിപ്പോയി, ഞാൻ കോഴിയെ വളർത്തി, ഇതിനകത്തിൽ നമുക്കൊന്നും കിട്ടിയില്ല, വെറുതെ ആയിപ്പോയി, അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഏത് കോഴിയെ വളർത്തി? പുള്ളി ഗ്രാമശ്രീ കോഴിയെ മേടിച്ച് ഹൈടെക് കൂടി വളർത്തി. അതിന് കണ്ടമാനം അരിയും ഗോതമ്പും കോഴിത്തീറ്റയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇവിടെ മുട്ട കിട്ടാനാണ്. അങ്ങനെയൊന്നും കോഴി വളർത്തിയാൽ മുട്ട കിട്ടത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ പല ആൾക്കാരും ഇതുപോലെ ഇങ്ങനെ വളർത്തിയ ആൾക്കാരും അരിയും ഗോതമ്പും ചോറും നെല്ലും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും പിന്നെ കോഴിത്തീറ്റ എല്ലാം കൂടെ മേടിച്ച് കൊടുക്കും. അങ്ങനെയൊന്നും അല്ല കോഴിയെ വളർത്തേണ്ട. പ്രോപ്പറായിട്ട് കോഴിയെ വളർത്തിയാൽ അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാകും.
അപ്പോൾ നമ്മൾ ഗ്രാമശ്രീ കോഴിയൊന്നും മേടിച്ച് ഹൈടെക് കോഴി വളർത്തിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് തന്നെ മുട്ട കിട്ടില്ല. അതിനെയൊക്കെ നമ്മൾ അടുക്കള മുറ്റത്ത് വളർത്തുന്ന കോഴിയാണ്. അതിനെ ലിറ്റർ സിസ്റ്റത്തിൽ വളർത്താം, ഹൈടെക് കോഴി വളർത്താൻ സക്സസ് അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ മേടിച്ച് നമ്മൾ ഈ കൂടും കാര്യങ്ങളൊക്കെ മേടിച്ച് ആരെങ്കിലും ബേബി 380 കോഴി എവിടെയെങ്കിലും വളർന്ന് കണ്ടിട്ട് ഹൈടെക് കൂടിനകത്ത് ഈ ഗ്രാമശ്രീ അല്ല ഗ്രാമപ്രിയ ഗിരിരാജ്യം കോഴിയൊന്നും വളർത്തിക്കഴിഞ്ഞാൽ അത്ര കണ്ട് മുട്ട കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ വളർത്തിയിട്ടാണ് ആൾക്കാർ പറഞ്ഞത് നഷ്ടമാണ് കോഴി വളർത്തുന്നത് നഷ്ടമാണെന്ന്. നഷ്ടമൊന്നുമല്ല. നമ്മൾ 100 കോഴി വളർത്തിക്കഴിഞ്ഞാൽ വലിയ ലാഭമൊന്നുമില്ല, എന്നാൽ ലാഭമുണ്ട്, നഷ്ടമല്ല. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തിയാൽ നമുക്ക് ലാഭമാണ്. ലാഭമെന്ന് പറഞ്ഞാൽ നല്ല ലാഭമാണ്, ഡെയിലി വരുമാനമാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും കോഴിയും കൂടും കുഞ്ഞുങ്ങളെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത മാസം ഞാൻ വരുന്ന സമയത്ത് നേരത്തെ നമ്മളോട് കോൺടാക്റ്റ് ചെയ്തിരുന്ന കൂടും കാര്യങ്ങളൊക്കെ പണിത് തരാം. കാര്യം ഞാൻ വെൽഡറാണ്. നമ്മൾ ഈ ചെയ്തുള്ള നമ്മുടെ പരിചയമുണ്ട്, ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം. കോഴിയെ കൊണ്ടിട്ട് തന്ന് അതിനെ വളർത്തേണ്ട രീതിയും കാര്യങ്ങളും എല്ലാം നമ്മൾ നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും. നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ നമ്മൾ കോഴിയും കൂടും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഉത്തരവാദിത്തം മീൻസ് നമ്മൾ പറയുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് പ്രൊഡക്ഷൻ കിട്ടും. ഒരിക്കലും നഷ്ടത്തിലേക്ക് പോവുകയില്ല, ലാഭത്തിൽ തന്നെ പോകും. അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ കുറച്ച് മുന്നേ പറഞ്ഞു, നമ്മുടെ ചേച്ചി അദ്ദേഹം കാനഡയ്ക്ക് പോയിക്കോണം. അദ്ദേഹം അടുത്ത മാസമൊക്കെ എത്തുമ്പോൾ കോഴിയും കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എത്തുന്ന സമയത്ത് കോഴിയും കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. കോഴിക്കൂടിൻ്റെ പണിയും കൺസ്ട്രക്ഷനും മുഴുവൻ നമ്മൾ ചെയ്യും. കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ചേച്ചിയുടെയും നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനെടുത്ത് അവിടെ നിന്നാണ് കോഴിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥിരമായിട്ട് എടുക്കുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ വേറെ എടുക്കുന്നുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഉള്ള കൂട്ടുകാർ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫ്രണ്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് കോഴി എടുത്തിട്ടുണ്ട്. ചേട്ടൻ്റെ നമ്പർ തരാം. ആർക്കെങ്കിലും ആ ഭാഗത്തുള്ളവരാണെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചെങ്ങന്നൂർ, മാവേലിക്കര, പന്തളം, അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളൊക്കെ ഉള്ളവർ, തിരുവല്ല, ഈ ചുറ്റുകളവിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. ഏകദേശം ഒരു 30 കിലോമീറ്റർ ചുറ്റളവിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വന്ന് ചെയ്തു തരും. കോഴിക്കൂടും കോഴിയെ എല്ലാം നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അതുപോലെ കോഴി വളർത്താൻ ആഗ്രഹമുള്ളവരിലേക്ക് എത്തിക്കുക. ഇതിനകത്ത് വലിയ ലാഭേച്ഛയോട് കൂടിയോ അല്ലെ കൊള്ള ലാഭം മേടിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ല. നമുക്ക് ഒരു ജീവിതമാർഗം, ഇത് ചെയ്യുന്ന ആൾക്കാർക്കും ജീവിതമാർഗം, അതേ കാഴ്ചപ്പാടിലാണ് ചെയ്യുന്നത്. ആരെയും ആപത്തിലോ ചാടിക്കാനോ, അതായത് പല ആൾക്കാരും BB 380 കോഴി വളർന്ന് നഷ്ടം എന്ന് പറയുന്നുണ്ട്. നമ്മൾ വളർത്തി നമ്മളതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. ഇതിനകത്ത് യാതൊരു മാജിക്കോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പറായിട്ട് ടൈമിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ വലിയ ജോലിയോ കഷ്ടപ്പാടോ ഒന്നും ഇതിനകത്തില്ല. രാവിലെ കിടന്നുള്ള കഠിനാധ്വാനമൊന്നുമില്ല. ദിവസം 1 മണിക്കൂർ മെനക്കെട്ടാൽ മതി. 1 മണിക്കൂറിൻ്റെ ജോലി മാക്സിമം ഉള്ളൂ. ചെയ്യാമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകമാണ്. ഏത് ജോലിയുള്ള ആൾക്കാർക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യമുള്ളൂ. ഇപ്പം ഓഫീസിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്കൊരു എക്സ്ട്രാ വരുമാനം. അവർ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ 7 മണിക്കകത്ത് എൻ്റെ ജോലി കഴിയും. ശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് 5 മണി കഴിഞ്ഞ് 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി പണികൾ ചെയ്താൽ മതി. ബാക്കി പണി അന്നേരം 1 മണിക്കൂർ. ഈ ഹൈടെക് കൂടും കാര്യങ്ങളാണെങ്കിൽ മുട്ട വൈകിട്ട് കളക്ട് ചെയ്താൽ മതി. വീട്ടിൽ ആരെങ്കിലും ഉച്ചയ്ക്കൊന്നും മുട്ട കളക്ട് ചെയ്യുക, 2 നേരം ഫീഡിങ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആർക്കും ചെയ്യാം. ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. നമുക്ക് മാർക്കറ്റിൽ നാടൻ മുട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ മുട്ട 8 രൂപയ്ക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ വിപണിയിലൊക്കെ ഞാൻ 9 രൂപയ്ക്കാണ് മുട്ട കൊടുക്കുന്നത്. വിപണി കഴിഞ്ഞ ദിവസം 10 രൂപയ്ക്കും ആൾക്കാർ മുട്ട വിറ്റ്. മുട്ട കിട്ടാനില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെള്ള മുട്ട കളറടിച്ച് നമ്മുടെ നാടൻ മുട്ട എന്ന രീതിയിൽ വിൽക്കുകയാണ്. നമ്മൾ വളർത്തുന്നത് BB 380 കോഴിയാണ്, അവർ വളർത്തുന്നത് BB 380 കോഴിയാണ്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന കോഴി, കേരളത്തിലെ കാലാവസ്ഥയിൽ വളരുന്ന കോഴി, നമ്മൾ തീറ്റയും കാര്യങ്ങൾ അവർ കൊടുക്കുന്ന അതേ ഫീഡും കാര്യങ്ങളും കമ്പനി ഫീഡ് കൊടുക്കുന്നു. പിന്നെ നമ്മൾ പച്ചിലകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ട കേടില്ല. നമ്മുടെ മുട്ട ഫ്രഷ് മുട്ടയാണ്. നമ്മുടെ മുട്ട 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച ഒന്നും ലേറ്റായി വരുന്ന മുട്ടയല്ല. അന്നുള്ള മുട്ടയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നത്തെ മുട്ട ഇന്ന് തന്നെ സെയിലാവും, അല്ലെങ്കിൽ നാളെ സെയിലാവും.
ഇതാണ് നമ്മുടെ വ്യത്യാസം. നമ്മൾ മാക്സിമം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരൊക്കെ നിങ്ങളുടെ പരിസരത്ത് കോഴി വളർത്തുന്നുണ്ട് അവരെ നിന്ന് മുട്ട മേടിച്ച് കഴിക്കുക, കുഞ്ഞുങ്ങൾക്ക് നല്ല മുട്ട കൊടുക്കുക. അവർ തമിഴ്നാട്ടിലെ മുട്ടയ്ക്ക് വലിപ്പമുണ്ട്, വലിപ്പം കൂടാൻ ഒത്തിരി ടെക്നിക്കുണ്ട്. അതൊക്കെ നമുക്ക് പ്രയോഗിച്ച് നമുക്ക് ആരോഗ്യം മോശമാകും. അത് നാടൻ കോഴി വളർത്തുന്ന ആൾക്കാരോട് ഈ പാണ്ടി മുട്ട കഴിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് നിങ്ങളുടെ മുട്ടയ്ക്ക് വലിപ്പമില്ല. മുട്ടയ്ക്ക് വലിപ്പത്തിലല്ല ഗുണം, മുട്ടയുടെ ഗുണം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന കോഴിക്ക് കൊടുക്കുന്ന തീറ്റി കാര്യങ്ങളെല്ലാം വലിപ്പത്തിലല്ല. ഭയങ്കര വലിപ്പത്തിൽ മുട്ട കിട്ടിയതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അറിയാവുന്നവർക്കറിയാം. അപ്പോൾ നിങ്ങളുടെ പരിസരത്ത് ആരൊക്കെ കോഴി വളർത്തുന്നുണ്ട് നിങ്ങൾ മാക്സിമം അവരെ നിന്ന് കോഴി മുട്ട വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം.